അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം കൊളോസ്യർ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും ചിന്തിക്കുവാനും വിശുദ്ധ പൗലോസ് കൊളോസ്യസ് സഭയെ നോക്കിക്കൊണ്ട് പറയുന്ന ദൈവത്തിന്റെ വചനമാണ് നമുക്കിവിടെ കേൾക്കാൻ ഇടവന്നത്. പൗലോസ് പറയും, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. നമ്മളെ എന്താണ് അന്വേഷിക്കേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടത്? തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനോട് കർത്താവ് പറയാണ്, നീ ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യേണ്ട. കർത്താവ് പറയാണ്, എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ഞാൻ സകലതും കൂട്ടിച്ചേർത്ത് കൊടുക്കുമെന്ന്. തിരുവെഴുത്ത് പ്രകാരം 2 കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നീ ക്രിസ്തുവിനെ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 2, നീ ഭൂമിയിലുള്ള ഒരു കാര്യവും നീ ചിന്തിക്കേണ്ട. നീ കർത്താവ് നിന്നോട് പറയുന്ന കാര്യത്തിലേക്ക് നീ കടന്നു പോകണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ നീ ചിന്തിക്കണം. ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനും കർത്താവ് നമുക്ക് എന്താണ് തരാനിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും തുടങ്ങും. നമ്മൾ കർത്താവിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം ഭയങ്കര അനുഗ്രഹപ്രദമായ ഒരു ജീവിതമാണ് പ്രിയമുള്ളവരെ. ഉയരത്തിലുള്ളത് സ്വർഗത്തിൽ സമാധാനം, സന്തോഷം, ദൈവിക കൃപകള്, ദൈവിക അനുഗ്രഹങ്ങള്, ദൈവം നമുക്ക് തരാനിരിക്കുന്ന ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ തക്കവണ്ണം നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കാൻ ഇടയാകും. ഈ ഭൂമിയിലുള്ള ചിന്തിക്കുമ്പോൾ ഭൂമിയിലുള്ള പാവ ലോക തിന്മയുടെ ബന്ധനത്തിന്റെ, അസ്വസ്ഥതയുടെ, പ്രയാസത്തിന്റെ, ദുഃഖത്തിന്റെ വഴികളിലൂടെ എല്ലാം കടന്നു പോകാൻ ഇടവരും. നമ്മൾ ദൈവത്തെ കണ്ടാണ് നടക്കുന്നതെങ്കിൽ എന്നെ നോക്കുന്നവർ പ്രകാശിതരായി എന്ന് കർത്താവ് പറഞ്ഞത് ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കേണ്ടത്, ഉയരത്തിലുള്ളത് വേണം അന്വേഷിക്കാൻ. ഉയരത്തിലെ ദൈവിക അനുഗ്രഹങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി എൻ്റെ മേലേക്ക് അവിടുന്ന് പകർന്നു തരുവാൻ കർത്താവ് ഇടയാക്കുന്നത്. ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വരണം. ഇന്നു മുതൽ നമുക്ക് ആദ്യം യേശു കർത്താവ് ഇരിക്കുന്ന സ്വർഗത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടാതെ കർത്താവ് നമ്മളോട് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ കർത്താവിന്റെ കൃപയിൽ നമുക്ക് കടന്നു പോകാൻ കഴിയും. ഒരു ഭാരവും ടെൻഷനോ ഒരു അസ്വസ്ഥയും നമുക്ക് വരാൻ ഇടവരികയില്ല. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.